മദ്രാസിലുള്ള രംഗനാഥ നായ്ക്കരുടെ കയ്യിലാണ്. അയാളാണ് നിങ്ങളെ കൊണ്ട് എഗ്രിമെന്റിൽ ഒപ്പിടിച്ച് ഇങ്ങോട്ട് അയച്ചത്. അങ്ങേരി വീട് വിൽക്കാൻ പല ശ്രമങ്ങൾ നടത്തി നോക്കി. പക്ഷെ പ്രേതബാധയുള്ള വീടായതിനാൽ ആരും വാങ്ങാൻ മുന്നോട്ട് വന്നില്ല. ആ പ്രേതത്തിന്റെ കോപത്തിൽ നിന്ന് ഈ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശിവസ്വാമി നായ്ക്കർ കഴിഞ്ഞ 19 വർഷമായി പൂജ നടത്തിക്കൊണ്ടുവരുന്നത്. ഈ വർഷത്തേതാ അവസാന പൂജ. തന്റെ ഒരേ മകളും മരുമകനും മരിച്ചത് പിന്നെ പേരക്കുട്ടി ശിവസ്വാമിയെ കൃഷ്ണമണി പോലെ വളർത്തിക്കൊണ്ടുവരികയാണ് ശിവസ്വാമി നായ്ക്കർ. അറുമുഖം ഇവിടെയുണ്ട് സാറേ. അഴകസുന്ദരി ഇവിടെയുണ്ട് സാർ. ഭൂതപ്പാണ്ടി പുറത്തുണ്ട് സാറേ. എന്താടാ വൈകിയേ? ഇന്ന് ക്ലാസ്സിലെന്ന് കരുതി സാറേ. എന്തിനങ്ങനെ കരുതിയേ? ഇന്നലെ പൗർണമി അല്ലല്ലോ. അപ്പൊ സാറ് ധൈര്യമായിട്ട് ആ ബംഗ്ലാവിൽ കിടന്ന് കാണും. പ്രേതം വന്ന് സാറിനെ നെഞ്ചി പിളർന്ന് രക്തം കുടിച്ച് സാറ് മരിച്ചു കാണും. അതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ലെന്ന് കരുതി. പ്രേതം വന്നില്ല സാറേ. കള്ളത്തമ്മാടി വാടവിടെ. നിനക്കൊരു കൂടുതലാ. അവന്റെ വലിയ വയല വർത്താനം. പോയി അച്ഛനെ കൂട്ടി കൊണ്ടുവന്നിട്ട് ക്ലാസ് കയറിയാൽ മതി. പോകാൻ പറഞ്ഞില്ലേ? മര്യാദയ്ക്ക് നടന്നാൽ ഞാനും മര്യാദക്കാരനാ, പറഞ്ഞേക്കാം. എന്നോട് അഭ്യാസം കാണിക്കാൻ വന്നാൽ എല്ലാത്തിന്റെയും കൈയും കാലും തല്ലി ഒടിച്ച് ഉപ്പും മുളകും ചേർത്താൽ ജലത്തിന് മുഖത്തൊഴിക്കും. അണ്ടർസ്റ്റാൻഡ്? എന്താ ഇത്? അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അണ്ടർസ്റ്റാൻഡ്? ആ, ഈ കരച്ചിലൊന്നും നിർത്തിയേ. നീ അച്ഛനെ വിളിച്ചോണ്ട് പോവൊന്നും വേണ്ട. മര്യാദയ്ക്ക് നാളെ ക്ലാസ്സിൽ കയറി ഇരുന്നോണം, കേട്ടല്ലോ? ഇല്ല ചേച്ചി, സാറടിക്കും. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. നാളെ എന്തായാലും നീ സ്കൂളിൽ പോകുന്നു. ആ വാദ്യരുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റടാ. നീ കരയാതെ വീട്ടിൽ പോ. പോടാ, പോ. ചിദംബരം, ഇന്ന് നീ ആ പാവപ്പെട്ട പയ്യനെ തല്ലിയല്ലേ? ആ ബംഗ്ലാവിൽ ഒരു രാത്രി ഉറങ്ങിയിട്ട് ആളിപ്പോഴും ജീവിച്ചിരിക്കുക പറഞ്ഞാൽ അത് 8ാമത്തെ അത്ഭുതം തന്നെ. ചായക്കടേ, തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്താ നടന്നതെന്ന് എനിക്കറിയോ? വാദ്യാര ആ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയത് ഞാനാ. അവിടെ ചെന്ന് കഥ അങ്ങോട്ട് തുറന്നു. അപ്പോഴേക്കും കടകടാന്നൊരു ശബ്ദം. നോക്കിയപ്പോ വാദ്യാരുടെ കാല്. താനെന്തിനാ നോക്കണത്? ഞാനല്ല പേടിച്ചത്. വാദ്യാര് പേടിച്ച് മൂത്രമൊഴിച്ചു പോയെന്ന്. ശരി, വാദ്യാരെ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ധൈര്യമൊക്കെ കൊടുത്ത് വിശദമായിട്ട് സ്ഥലമൊക്കെ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ കാണുന്നത് തീന്മേശ. ഇവിടെ ഇരുന്ന് വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ. ഇത് ബാത്റൂം. ഇവിടെ വേണം നിങ്ങൾ കുളിക്കാൻ. ഇവിടുന്ന് നേരെ വന്നാ ഇതാണ് ബെഡ്റൂം. ഇവിടെ വേണം നിങ്ങൾ ഉറങ്ങാൻ. അവിടുന്ന് ഇപ്പുറത്തേക്ക് വന്നാ ഇതാണ് പ്രേതമുള്ള സ്ഥലം. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് വെച്ച് ധൈര്യം സ്ലിപ്പായി പോകരുത്. അഥവാ എന്തെങ്കിലും സ്ലിപ്പായി പ്രേതം അങ്ങനെ എഴുന്നേറ്റാ ഒറ്റയടിക്ക് നിങ്ങളുടെ കഥ കഴിയും. കഥ കഴിഞ്ഞാലും ധൈര്യം കൈവിടിയരുത് എന്നും പറഞ്ഞ് 1.5 മണിക്കൂർ ധൈര്യം കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ഈ വീരപാണ്ഡ്യ സമൂഹ സേവകൻ 10th സ്റ്റാൻഡേർഡ് ഈശ്വരൻകോട്ടെ MP. ആരത്? വാടാ, ഇന്ന് നീ എന്റെ കൂടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെളിയിൽ കറങ്ങി കിടക്കുന്ന പെണ്ണുമ്പിള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അവള് ചോദിച്ചിട്ട് നാളെ വരാം. അതുപോലെ സാറേ. എന്തിനാടാ ഇന്ന് തന്നെ കിടന്നൂടെ? അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ട്. അവളോട് ഇതൊക്കെ പറയണോ? എന്തെങ്കിലും നമുക്ക് പ്രേതത്തിനോട് പറയാം. ഹലോ, ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. കൂട്ടിന് വീരപാണ്ടി കൂടി ഉണ്ട്. അവൻ പുലിയാണ് കേട്ടാ. വെറും പുലിയല്ല, ഒരു പുപ്പുലി. നീ ഇങ്ങോട്ട് വാട വീരപാണ്ടി. ചായക്കടല് വലിയ ഡയലോഗ് അടിച്ചല്ലേ, അതൊക്കെ ഇവിടെ കാണിക്കേ. എന്തെങ്കിലും പറ. നമസ്കാരം. ഞാൻ പറയുന്നത് തമാശക്കാ ഇവനെ കൂട്ടിക്കൊണ്ട് വന്ന്. തെറ്റിദ്ധരിക്കരുത്, ഇവൻ നല്ലവനാ. എന്താ കേൾക്കുന്നില്ലേ?
എന്ത് ധൈര്യത്തിലാ എന്റെ അനുമതി ഇല്ലാതെ അയാളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്? എന്നോട് ക്ഷമിക്ക്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ക്ഷമിക്കാനും മറക്കാനും ഒക്കെ മനുഷ്യനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. എന്നാ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലല്ലോ. ഞാൻ വിചാരിച്ച എനിക്കിപ്പൊ തന്നെ നിന്നെ കൊല്ലാൻ സാധിക്കും. അതിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി ഞാനിപ്പൊ നിനക്ക് പറഞ്ഞു തരാം. ഭവാനി പുഴയുടെ കിഴക്ക് വശത്ത് താഴിയൂർ എന്നൊരു ഗ്രാമത്തില് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ബ്രഹ്മചര്യം തെറ്റിക്കാതെ ഭയഭക്തിയോടെ പോകണം. നിന്നെ എന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്ക. ചെയ്യില്ലേ ചിദംബരം? ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. ഞാൻ അവിടെ നിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവവാക്യം പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാ. ഇത് സത്യം, സത്യം, സത്യം. ഞാൻ നിന്നെ വിശ്വസിക്കാം. ഇന്ന് നീ പള്ളിക്കൂടത്തില് ഒരു പയ്യനെ തല്ലിയല്ലേ? ആ, അടിച്ചു. ഭൂതപാണ്ടി എന്ന് പറയുന്നൊരു കുട്ടിയെ. ഇനി അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ വഴക്ക് പറയരുത്, കൈ നീട്ടി അടിക്കരുത്. മനസ്സിലായല്ലോ? ആ, അങ്ങനെ ചെയ്തോളാം. ഞാനിപ്പോ പോവാ, മോക്ഷം തേടി. നീ ഉറങ്ങിക്കോ. താങ്ക്സ്. ഞാൻ പോവാന്ന് കേട്ടപ്പോഴേ നിനക്ക് ഇത്രയ്ക്ക് സന്തോഷോ?